പേഷ്യൻ്റെ പേര് ബെറ്റിന മാത്യു, വയസ്സ് 28. ഹെഡ് ഇഞ്ചുറിയാണ്, സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, എൻ്റെ ഭാര്യയെ രക്ഷിക്കണം പ്ലീസ് ഡോക്ടർ. 99% ചാൻസ് ഇല്ല, പരമാവധി ശ്രമിക്കാം. ദൈവമേ, എൻ്റെ ബെറ്റിനയെ കാത്തുകൊള്ളട്ടെ. എൻ്റെ പേര് അനൂപ്, ഇതെൻ്റെ ഭാര്യ ബെറ്റീന. ഞാൻ KSEBയിൽ വർക്ക് ചെയ്യുന്നു കോട്ടയത്ത്. ബെറ്റീന വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൗണ്ട് കാർമൽ സ്കൂൾ കഞ്ഞിക്കുഴി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ടീച്ചറായിട്ട്. ഇപ്പം എൻ്റെ ഭാര്യയുടെ ഒരു അവസ്ഥ ഇതാണ്. സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മൗണ്ട് കാർമൽ സ്കൂളിൽ. ഒരു വളരെ ആക്റ്റീവായിട്ടൊരു ടീച്ചറായിരുന്നു. കാരണം എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നോടും പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പം തന്നെ പല സ്കൂളിലായിട്ട് മാറിയായിരുന്നു. അത് തെള്ളാം സ്കൂള്, അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂൾ കോട്ടയം കഞ്ഞിക്കുഴി. അത് കഴിഞ്ഞാണ് നമ്മൾ കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളിലോട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയുന്നത് എല്ലാ ടീച്ചർമാരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമുക്കിതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു ഇത് ഒരു അപകടം വന്ന് ചേരുന്നത്. അന്ന് ഈ അപകടം സംഭവിക്കുന്നതിൻ്റെ വൈകുന്നേരം ഞങ്ങൾ വീട്ടുകാരെല്ലാം ഇരുന്ന് ചർച്ച ചെയ്തായിരുന്നു. വൈകുന്നേരത്തെ ചായകുടിയുടെ സമയത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളൊരു പുതിയൊരു വീട് വിളിച്ചു പറഞ്ഞു, വെച്ചാൽ നമുക്കൊരു പുതിയൊരു വീട് നമുക്ക് പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പോയിട്ട് ഒരു 8-9 മണി വരെ ഞങ്ങൾ ഈ 8-8:30 വരെ ഈ ചർച്ചയായിരുന്നു. ഈ ചർച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തോട്ടൊന്നും കൂട്ടുകാരുടെ അടുത്ത് പോയി ഒരു 9-9:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് വൈകിട്ട് ഒരു അത്താഴമൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരത്തി ബാത്റൂമിലോട്ട് കയറുന്നത്. ബാത്റൂമിൽ കയറി ആ സമയത്താണ് ജീവിതത്തിൽ വലിയൊരു അപകടം സംഭവിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ കാരത്തസ്സുകാരാണെങ്കിലും ആദ്യമേ തന്നെ നമ്മളോട് പറഞ്ഞത് ഒരു 99% നമ്മളോട് പറഞ്ഞത് 99% പോലും ചാൻസ് ഇല്ല. കാരണം ഹൃദയമിടിപ്പില്ല, 25%-ലോട്ട് കുറഞ്ഞേക്കുക. 25%. എന്നോട് ഡോക്ടർ വിളിച്ച് എന്നോട് അടുത്ത് കയറ്റിയിട്ട് പറഞ്ഞു, നമ്മൾ ഈ പേഷ്യൻറ്റ് എങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ പാടാ, നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എങ്ങനെയും നമുക്ക് ആ സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്നും ഒരു അവസ്ഥയില്ല. നമ്മൾ ആ പാടെ ഒരു ഡെസ്പായിട്ട് നിൽക്കുക, എന്നാ ചെയ്യേണ്ടതെന്നോ എന്നാ കാണിക്കുന്നതെന്നോ ഒന്നും അറിയാൻ മേല. ആ ഒരവസ്ഥയിലോട്ട് ഡോക്ടറിനോട് ഞങ്ങൾ കാല് പിടിക്കുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ രക്ഷിക്കണം എങ്ങനെയും. അങ്ങനെ സാധാരണ ഡോക്ടർ അവിടെ അഡ്മിറ്റാക്കി പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്നു. നമ്മുടെ വിവേക് ഡോക്ടർ അന്ന് അവിടെ വന്നു. ആ വിവേക് ഡോക്ടർ വന്ന് പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുമായിരുന്നു. എന്നോട് പറഞ്ഞ ഒരു 99% പോലും ചാൻസ് ഇല്ല. വെന്റിലേറ്ററിലോട്ട് മാറ്റിയിട്ട് പറഞ്ഞു നമ്മൾ നോക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, അയ്യോ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ബെറ്റീന 2 മാസം പ്രഗ്നൻറ്റും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഫസ്റ്റിൽ തന്നെ ഡോക്ടർ പറഞ്ഞത്, അനുവേ ബെറ്റിക്ക് 99%, ഞങ്ങൾ 99% 1% ചാൻസ് തരുമ്പം പ്രഗ്നൻ്റ് ആയാൽ ആ കുഞ്ഞിന് ഞങ്ങൾ ചാൻസ് കാണുന്നില്ല. അനൂപ് എഴുതി തന്ന അപ്പം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പാടായിരിക്കും, അപ്പോൾ എഴുതി തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ചികിത്സിക്കുകയുള്ളൂ. പ്രഗ്നൻ്റ് ആയ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല, സ്കാനിങ്ങുകളും മരുന്നുകളും ഇതെല്ലാം ചെയ്യണം, വെന്റിലേറ്ററിലുമാണ്. അപ്പം കൊച്ചിനെ നമുക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു, എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് എഴുതി ഒപ്പിട്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ബന്ധുക്കാരും എല്ലാം ഉണ്ട്. എല്ലാവരും അന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ എന്നോട് ഡോക്ടർ വന്നു. ഡോക്ടർ വിവേകായിരുന്നു അപ്പം ബെറ്റിയുടെ അഡ്മിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിവേക് ഡോക്ടർ എന്ന് പറഞ്ഞു, നമുക്ക് ഒന്ന് തലേന്ന് ഇത് ചെയ്യണം, MRI ചെയ്യണം. അപ്പോൾ MRI ചെയ്യാൻ നേരത്ത് പ്രഗ്നൻ്റ് അല്ലാതെ എങ്ങനെയാണ് സമ്മതം വേണമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ എന്നാ പറ്റി 45 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത്
ഏറ്റവും കൂടുതലുള്ള മരുന്നുകളായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തെല്ലാം മരുന്നുകൾ മേടിച്ചെന്ന് നമുക്ക് തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അതുപോലെ ഈ മരുന്നുകളെല്ലാം കൊടുക്കുമ്പോഴും നമ്മളോട് സംഭവം ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർമാർ സ്വാഭാവികമായിട്ടുമുള്ള ഇത് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നും ചോദിക്കുന്നു, കുഞ്ഞ് പോകും എന്നുള്ള ചിന്തയിൽ തന്നെ ഡോക്ടർമാരും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം കൂടുതൽ മരുന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെയാണ്. അതുപോലെ ഒരു സിറ്റുവേഷൻ അവർ ഓരോ ദിവസം ഞങ്ങളോട് ചോദിക്കും ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെ പറയാൻ. അനൂപ് ഡോക്ടർ റെജി ഗൈനോക്കോളജിയിൽ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ റെജി ഡോക്ടർ പറയും ഇതുപോലെ അവസ്ഥകൾ കാര്യങ്ങൾ ഇതുപോലെയാണ്. ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച, ചിലപ്പോൾ ഈ നിമിഷം അല്ലെങ്കിൽ വൈകുന്നേരം അത് അബോട്ടായി പോകാം, ആ കുഞ്ഞ് തന്നെ പോകാം, ഇത്ര മരുന്ന് ചെല്ലുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ എക്സ്റേ നിമോണിയയും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നിമോണിയ കുറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തെരുതെരെ വന്ന് എക്സ്റേ എടുക്കും. അതായത് എനിക്ക് ഒരു മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് മിഷ്യൻ കൊണ്ട് വെച്ചേക്കുക പറ്റിയെടുത്ത് ഈ പോർട്ടബിൾ മിഷ്യൻ എക്സ്റേ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ എക്സ്റേ എടുക്കുന്ന സമയത്ത് അവർ ഓരോ എക്സ്റേ എടുക്കാൻ നേരത്തെ എന്നോട് ഒപ്പിടിപ്പിക്കും. അനുവ ഇന്ന് എക്സ്റേ എടുക്കാൻ പോകുന്നു, അകത്തോട്ടൊന്ന് കയറി വരണം. കാരണം എക്സ്റേ എടുക്കുന്ന കുഞ്ഞിന് ആപത്താണല്ലോ. ആ ഏരിയ കൂടെ പോലും നമുക്ക് പോകാൻ മേലാത്ത കാരണം ഗർഭിണികൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഓരോ എക്സ്റേ റൂമിൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ പ്രഗ്നൻ്റ് ആയവരോട് ഇതിൻ്റെ അടുത്ത് വന്ന് ഇരിക്കരുത്, അതുപോലെ ഇരിക്കരുത്, അങ്ങനെയുള്ള നമ്മളെവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ കാണുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു ന്യൂമോണിയ ആയി കഴിഞ്ഞപ്പോൾ തന്നെ സീരിയസ് ആണ്. കൗണ്ടെല്ലാം കുറഞ്ഞു പോയപ്പോഴും ഇതുപോലെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുക, MRI, CT സ്കാൻ, പിന്നെ മരുന്നെന്ന് പറഞ്ഞാൽ അതുപോലെ ആൻറ്റിബയോട്ടിക്കുകൾ മൊത്തം പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ, റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാനുള്ള ഇതായി. അപ്പോഴും വെറ്റിന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്ന് കണ്ണടച്ച് കാണിക്കും, അങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ വേദന വരുവാണെങ്കിൽ കരഞ്ഞ് കാണിക്കുക, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ കുഞ്ഞിനെക്കുറിച്ച്, കാരണം കുഞ്ഞിനായിട്ട് പിന്നെ മുമ്പോട്ട് പോകാൻ മേലാത്ത ഒരവസ്ഥയായിട്ട് വന്നു. കാരണം അതുപോലെയായി. ഇപ്പോൾ ഡോക്ടർമാരും പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം കുഞ്ഞിനായിട്ട് നമുക്ക് ഈ മരുന്നുകളെല്ലാം ആയിട്ട് മുമ്പോട്ട് പോകാൻ മേലാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു. കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് ഇപ്പോൾ അവർ 2 മാസം പോകുന്ന ഓർത്തുകൊണ്ട് എന്നിട്ട് കുഞ്ഞ് പോയില്ല. 3-ാമത്തെ മാസമായി. അവർ പറഞ്ഞു ഈ മാസം ചിലപ്പോൾ നടക്കാം. എന്നും രാവിലെ ചോദിക്കും നിങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. അപ്പോൾ തന്നെ എല്ലാവരും നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. ഡോക്ടർമാരും പറയുന്നുണ്ട് അനൂപ നമുക്കത് വേണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം ഇത്രയും മരുന്നുകളും ഇത്ര ഇതൊക്കെ ചെല്ലുന്നതല്ല. എക്സ്റേ എടുത്തു, ഇതെല്ലാം ചെയ്തു. അങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്കത് അങ്ങനെ കിട്ടിയല്ല പോകും. പക്ഷേ കിട്ടിയാൽ തന്നെ ഈ അമ്മേനെ ആയിട്ട് അമ്മ ഇതുപോലെ ഒരു അവസ്ഥ, കുഞ്ഞും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് അത് എങ്ങനെ നിങ്ങളത് മുന്നോട്ട് പോകും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ആദ്യമേ ഞങ്ങളുടെ മനസ്സിലേക്കൊന്ന് പതറുമെങ്കിലും ഞങ്ങൾ അതിനോട് ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബെറ്റിക്കും സങ്കടമാണ്. കാരണം നമുക്കറിയാം, ബെറ്റിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ബെറ്റിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ നിസ്സാവസ്ഥ നമുക്ക് അറിയാമായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ വേറെ ആർക്കും താല്പര്യമില്ല. പക്ഷേ ഞങ്ങളോട് പറയുന്നവരെല്ലാം ഈ ഒരു വാക്കേ പറയുന്നുള്ളൂ. എവിടെയെല്ലാം ഞങ്ങളോട് ആൾക്കാർ എപ്പോഴും എൻ്റെ കൂട്ടുകാരാണെങ്കിലും എന്നെ കാണുന്നവരും ആശുപത്രി സ്റ്റാഫും കാണുന്നതിനും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് പോയി. ലോക്ഷോർ ആശുപത്രിയിൽ പോയി, ഇൻഡോ അമേരിക്കനിൽ പോയി. ഇവിടെ എല്ലാം ചെന്നപ്പോഴും ഈ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഞങ്ങളോട് പറയാൻ പറഞ്ഞു ഡോക്ടർമാർ. അത് അമ്മയ്ക്ക് ഹെഡിന് ഇത്ര ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനും അതിൻ്റെ ഇരട്ടി സംഭവിക്കും. കാരണം അമ്മയെ വഴിയാണ് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മളാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ എന്നാലും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇല്ല, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 4 മാസമായിരുന്നു. 4-5-ാമത്തെ മാസമായപ്പോഴത്തേന് കാരിത്താസ് അവിടുന്ന് ഡോക്ടർമാർ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ടൊന്ന് റെഫർ ചെയ്തു. നിങ്ങൾ ഇനി ഇത് ഒന്ന് അവിടെ പോയി കൂടി ഒന്ന് ചെയ്യാൻ. ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇത് അബോർഷനായിപ്പോയി കുഞ്ഞ്. കാരണം പോകാനാണ് ചാൻസ്. അതും 100%, 99% അബോർഷനായി പോകും. പിന്നെ കിട്ടാനും അവർ ചാൻസ് അവിടുത്തെ പ്രൊഫസറാണ് പറയുന്നത്. പ്രൊഫസറിനെ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടപ്പോൾ അതിൻ്റെ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരാൻ പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ആദ്യമേ ഒന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താലോ എന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിച്ച് വട്ടം കൂടി നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അല്ലേ വേണ്ട, നമുക്ക് എന്ത് വന്നു ഇത്ര മരുന്ന് പോയിട്ടും അവനൊരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അത് കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കാതെ അന്നൊരു ദൈവത്തിൻ്റെ ഒരു തോന്നലാണ് ഞങ്ങൾക്ക് തോന്നിച്ച്. അന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്നായിരുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥ എല്ലാവരും ഒന്ന് അപ്പോഴും എൻ്റെ കൂടെ കൂട്ടുകാരും ബന്ധുക്കാരും പറഞ്ഞു കൊടുക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നീ പിന്നെ കിടന്ന് ദുഃഖിക്കും, നീ സങ്കടം നീ ദുഃഖിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ചാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഇല്ല എന്നെ ഒന്നും ചെയ്യുന്നില്ല കുഞ്ഞിനെ. നേരെ കാരിത്താസിലോട്ട് വണ്ടി വിടാൻ പറഞ്ഞു, ആംബുലൻസ്. അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് നേരെ കാരിത്താസ്. അപ്പോൾ തന്നെ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അബോർഷൻ ചെയ്യുന്നില്ല, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കാരിത്താസിലോട്ട് കൊണ്ടുവന്നു.
കാരത്താസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ചോദിച്ചു എന്നാ ചെയ്തില്ല. ഞാനപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഇനി ഞങ്ങൾ അപ്പോൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു, അബോർഷൻ ചെയ്യുന്നില്ല. അവൻ എന്നൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇനിയിപ്പം അവന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതൊന്നും ഒരു കുഴപ്പമില്ലെങ്കിലും ഞങ്ങൾ വളർത്താൻ തന്നെ അവനെ കിട്ടുന്നത് എങ്ങനെ കിട്ടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറച്ച തീരുമാനം. എന്നോട് പറയുന്നതോടെല്ലാം ഞാൻ പറയും, ഇനി അങ്ങനെ എന്തെല്ലാം വന്നത് എന്നോട് ഇത് പറയണ്ട, ഈ കേസ് കേട്ട് പറയാനാണെങ്കിൽ എന്നോട് പറയണ്ടെന്ന് പറയും. നോക്കിക്ക് ഇന്നേ ചുരുണ്ട് കൂടുകയൊക്കെ ചെയ്യുന്നേ. നേരെ കിടന്നേ രാജേഷ് പൊന്ന്, നേരെ കിടന്നേ. കൊച്ച അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. 3 മാസം പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു, അമ്മ നിശ്ചലാവസ്ഥ ഇങ്ങനെ കിടക്കുന്നു, യാതൊരുവിധ പ്രതികരണവും ഇല്ലാതെ കിടക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞായി കഴിയുമ്പം കുഞ്ഞിന് വലിയ അംഗവൈകല്യം ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ വളർത്തും എന്ന് പലരും ചോദിച്ചു. ഈ ഒരു അപകടത്തോടെ ഞങ്ങൾ ഒത്തിരി ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തി എന്നുള്ള സത്യം. ഇപ്പം ഞാൻ പറഞ്ഞു, അനൂപേ പ്രസവിച്ച് കഴിയട്ടെ, അപ്പം ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ, എങ്ങനെയുള്ള കുഞ്ഞാണേലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ദൈവത്തോട് ഞങ്ങളെല്ലാവരും ഡോക്ടർമാരുൾപ്പെടെ സർവ്വ ആൾക്കാരും പ്രാർത്ഥിച്ചു. അപ്പം വിവേക് ഡോക്ടറായിരുന്നു എൻ്റെ മെയിൻ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ്റെ തലേദിവസം ഞങ്ങളെ വിളിച്ചൊരു കൗൺസിലിംഗ്, എന്ത് സംഭവിക്കാം, എന്താണെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഒരു പക്ഷെങ്കിൽ മൂത്ത കുഞ്ഞിനൊരു തുണയായിട്ടായിരിക്കും ഈ ഇളയ കുഞ്ഞ് വരുന്നത്, അവൻ മിടുക്കനായിരിക്കും എന്നെല്ലാം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. എങ്ങനെ പോയാലും നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത്, എന്ത് സംഭവിച്ചാലും നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് മതിയാവുള്ളൂ, നിങ്ങൾ അതിനുള്ള മനധൈര്യം കണ്ടെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് 5-ാം മാസത്തെ സ്കാനിങ് വരുന്നത്. സ്കാനിങ് ചെയ്ത് റിപ്പോർട്ട് വരുമ്പോഴത്തേ എല്ലാവരെയും ഒരു സങ്കടത്തിലാക്കിക്കൊണ്ടൊരു വാർത്ത, അത് നിരാശയുടെ ഒരു വാർത്തയാണ് വരുന്നത്. കുഞ്ഞിൻ്റെ ഒരു കൈ കാണാനില്ല, ഇടത് കൈ കാണുന്നില്ല, അത് എങ്ങനെയാണെന്ന് അറിയാൻ മേല. നമ്മൾ എല്ലാവരും അപ്പോൾ ടെൻഷനായി. അപ്പോൾ എല്ലാവരും ഓർത്ത് അയ്യോ പറഞ്ഞത് ശരിയായല്ലോ, എങ്ങനെ എല്ലാവർക്കും സങ്കടം, ഭയങ്കര സങ്കടം. എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് വൈകുന്നേരം നേരെ വന്ന് സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ വന്നു, നാമ്പടത്ത് വന്നിട്ട് അവിടെ ഇരിക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന എങ്ങനെയാണ്, മാതാവിനെ നോക്കി ഞാൻ പറയും, എൻ്റെയും പെറ്റിനേയും കുഞ്ഞിനെയും നിൻ്റെ മടിയിൽ ഞാൻ സമർപ്പിച്ചേക്ക്, എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഈശോനെ നോക്കുന്ന പോലെ തന്നെ നീ നോക്കി എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് മിക്കപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കരച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കരയായി. സെൻറ്റ് ആൻഡ്രീസ് മിക്കപ്പോഴും ഞാൻ പോകും, എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ആ സമയത്ത് വൈകുന്നേരം കാരത്താസിൽ നിന്ന് നേരെ ഞാൻ പോകണം സെൻറ്റ് ആൻഡ്രീസ് സ്കൂളിലോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി ഒരു സമാധാനം കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിറ്റേ മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും റെജിലോട്ട് നല്ല സന്തോഷം. അതെ നമ്മൾ കാണാതെ പോയത് കൈ കിട്ടിയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മിറക്കിൾ അതാ പറഞ്ഞത്. റെജിലോട്ട് തന്നെ അത്ഭുതമാണ്. കാരണം നമ്മൾ കാണാതെ പോയ കൈ കിട്ടിയില്ല, ഇത് എങ്ങനെയാണെന്ന് അപ്പം തന്നെ. അപ്പോൾ റെജി ഡോക്ടർ അപ്പം തൊട്ടാണ് സത്യം പറഞ്ഞാൽ 6-ാമത്തെ മാസം തൊട്ടാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞിന് ഒരു കെയറിങ്. അതുവരെ കുഞ്ഞിനെ ആരും അങ്ങനെ കെയറിങ് ഇല്ലെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് എപ്പോഴും പോകുന്നുള്ള ചിന്തയിലല്ല എല്ലാവരും ഇരിക്കുന്നത്, ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും. അതിപ്പോൾ 6-ാം മാസം തൊട്ട് നേരെ മറിച്ച് പിന്നെ അത് കുഞ്ഞിനെയായി പിന്നെ ശ്രദ്ധ. അപ്പോൾ പിന്നെ മരുന്നുകളെല്ലാം കട്ടി കൂടിയ എല്ലാ മരുന്നുകളും നിർത്തി, മരുന്നുകളെല്ലാം നിർത്തി കുഞ്ഞിന് ദോഷമില്ലാത്ത മരുന്നുകളെല്ലാം കൊടുക്കാൻ തുടങ്ങി. കൊടുത്ത് 6-ാമത്തെ മാസം അന്നത്തിന് അത് 6-ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വലിയൊരു പ്രശ്നം, അതിനേക്കാളും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ഫ്ലൂയിഡ് പോകാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു അത്, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് അബോർഷൻ ആകാനുള്ള ചാൻസാന്ന് പറഞ്ഞു. ചിലപ്പോൾ ഈ അബോർഷൻ ആകുമെന്ന്, കാരണം ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം മമ്മിയൊക്കെ ഉണ്ട്, മമ്മി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ചെയ്ത സമയം ഫ്ലൂയിഡ് പെട്ടെന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷനുണ്ട്, 2 ഇഞ്ചക്ഷനുണ്ട്, നമുക്കൊന്ന് കൊടുത്തു നോക്കാം, എങ്ങനെയാണെന്ന് അറിയാൻ മേലെന്ന് പറഞ്ഞു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ഞങ്ങളപ്പോൾ നമുക്ക് പ്രാർത്ഥനയുള്ളൂ, ആ ഒരു കൊല്ലം ഞങ്ങൾ പ്രാർത്ഥനയിലാണ് പോകണം. കാരണം വിശ്വാസത്തിൻ്റെ വാതിലോട്ട് ഞാനൊക്കെ അറിയാമല്ലോ, ചിലപ്പോൾ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. കാരണം ഞാനൊന്നും അങ്ങനെയല്ല. ഈ ഒരു അവസ്ഥ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ദൈവത്തിനോട്ട് കൂടാൻ തന്നെ ഒരു വലിയൊരു അടുത്ത് ഇറങ്ങാൻ തന്നെ ഒരു അവസ്ഥ വന്നത് ഈ ഒരു സഹനത്തിലൂടെയാണ്.
ഇതാണ് നമ്മൾ എന്നാ കഴിക്കുന്നത് എന്നാന്ന് നോക്കി കേട്ടോ. ബെറ്റിക്ക് ഉള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും കേട്ടോ. ഇന്ന് ബെറ്റിക്ക് ഇത് കഞ്ഞിയുടെ കൂടെ ഇത് കടലക്കറി, ഇത് ചെറുപയർ പുഴുങ്ങിയത്, ഇതെല്ലാം കൂട്ടി യാതൊരുന്ന കേട്ടോ. ബെറ്റിക്ക് ഇഷ്ടമുള്ളതല്ലേ ചെറുപയർ തോരല്ലേ? കറിയെല്ലാം മമ്മി ഉണ്ടാക്കിയതാണെന്നോ അതല്ലേ ബെറ്റിക്കറിയാം മമ്മി ഉണ്ടാക്കിയതാണെന്നല്ലേ. ബെറ്റിയുടെ കൂട്ടുകാർ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ടീന, ബെറ്റി അറിയാലോ? ടീനാനെ അറിയാലോ? നിങ്ങൾ ഭയങ്കര കമ്പനിക്കാരല്ലേ? അത് അവിടുന്ന് പെട്ടെന്ന് പിന്നെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ICU കയറ്റി പെട്ടെന്ന് ICU കയറ്റി ഒരു 3-4 ഇഞ്ചക്ഷൻ അത് തുടർച്ചയായിട്ട് കുത്തിയിടണമായിരുന്നു. അത് തുടർച്ചയായി ഒരു 3 ദിവസത്തേന് കുത്തിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് പിന്നെ നോർമലായി, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ പിന്നെയും ഒരു 7-ാം മാസമായപ്പോഴത്തേന് ഇതുപോലെ തന്നെ പിന്നെയും ഈ അവസ്ഥയിലൂടെ തന്നെ അപ്പോൾ എന്നോട് റെജി ഡോക്ടർ പറഞ്ഞത് സീരിയസ്, നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ മേലെ നമുക്ക് പിന്നെയും ചെയ്തു. പിന്നെ അപ്പം തന്നെ വന്നു അതിനകത്തിന് 8-ാം മാസമായി. 8-ാം മാസത്തിലോട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ റെജി ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് അത് കൈ റിസ്ക്, ഇനി മുന്നോട്ട് പോകുന്ന കൈ റിസ്ക്, നമുക്ക് അത് എങ്ങനെ ചെയ്ത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ബെറ്റീന ഒന്നും അറിയാൻ മേല, ചലനം നേരെ കിടക്കുന്നേ ഉള്ളൂ, ഒന്നും അറിയാൻ മേല. ബെറ്റിക്ക് ചലനങ്ങളൊന്നുമില്ല, ഒരു അറിയുമില്ല. എന്നാ ചെയ്യുന്നോ എന്നാ പറയുന്നതൊന്നും ബെറ്റിക്ക് അറിയാനും മേല. ഇതൊന്നും ഈ സംഭവമൊന്നും ബെറ്റിക്ക് അറിയുന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കാൻ 2018 ജൂൺ 14-ാം തീയതി ഞങ്ങൾ 12-ാം തീയതി അതിനെ ഫിക്സ് ചെയ്ത ഡോക്ടർ. അപ്പോൾ 12-ാം തീയതി അപ്പോൾ 3-4 പ്രസവമൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അത് വേണ്ട, നമുക്ക് വേറെ ഈ ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യണം, എനിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിനു വേണ്ടി കൊടുക്കണം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ദിവസം നമുക്ക് 14-ലോട്ട് മാറ്റാം, ഡേറ്റ് 14-ലോട്ട് മാറ്റി. ലേബർ റൂമിലോട്ടും ഉണ്ട്. ലേബർ റൂമിലോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് പള്ളിയിലോട്ടാണ്. ഞാനവിടെ പോയി സത്യം പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. കാരണം കർത്താവ് ഒന്നും വരുത്തില്ല, നല്ല സന്തോഷവാനായിട്ടൊരു കാരണം പറഞ്ഞാൽ ബെറ്റി അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയും കൂടെ എനിക്ക് ആ അവസ്ഥയിൽ തന്നെ ഞാൻ എന്നാ ചെയ്യും, ഞാൻ തകർന്നു പോയില്ല. ഇങ്ങനെ പ്രാർത്ഥന എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. ഞാൻ തന്നെ വിശ്വസിക്കുന്നു. ഞാൻ കാരണം അപ്പോൾ എനിക്ക് വിശ്വാസം, കാരണം ഇത്ര സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഒരു കുഴപ്പമില്ല, കുഞ്ഞിനെ കിട്ടും, എനിക്ക് 100% വിശ്വാസം. ഇപ്പോൾ ഞാൻ പള്ളിയിൽ ഇരിക്കാൻ നേരത്താണ് എന്നെ വിളിച്ച് പറയുന്നത്. 8:30 ആയപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിലാണ്. നീ ഇവിടെ എല്ലാ ഡോക്ടർമാരും സിസ്റ്റർമാരെല്ലാം നിന്നെ തിരക്കുക. ഞാൻ പിന്നെ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേനും എന്നെ വിവേക ഡോക്ടറെല്ലാം വന്ന് പൊക്കത്ത് വന്ന് നിൽക്കുക, എല്ലാ ഡോക്ടർമാരും വന്ന് നിൽക്കുക, റെജി ഡോക്ടറും എല്ലാവരും വന്ന് നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു അനുവേണ്ട നമ്മുടെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്താ നിനക്ക് നല്ലൊരു ആൺകുഞ്ഞു കൊടുക്കും, ഒരു കുഴപ്പമില്ലാന്ന് വിവേക ഡോക്ടർ എന്നോട് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ കരുണയൊപ്പം കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു കുഴപ്പമില്ലാതെ നല്ലോണക്ക് സുബോധമുള്ള മക്കൾ പ്രസവിക്കുന്നത് പോലെ നല്ലൊരു കുഞ്ഞിനെ ഇവൻ ഞങ്ങൾക്ക് തന്നു. അത് ദൈവത്തിൻ്റെ വലിയ കരുണയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ചികിത്സിച്ച റെജി ഡോക്ടർ പറഞ്ഞു. കാരണം ഈ സംഭവം നടക്കാൻ നേരത്ത് പുള്ളി ഒത്തിരി പേരോട് അഭിപ്രായം തരാൻ പറ്റും. പുള്ളിക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല ഇതിന് മുമ്പ്. ഗൂഗിളിലെല്ലാം തിരഞ്ഞു, അതായത് പുള്ളി തിരയാന്നിടത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ, അതിൻ്റെ എങ്ങനെയെങ്കിലും നോക്കി എനിക്ക് എടുക്കണം പഠിക്കാൻ വേണ്ടി എന്നോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെ ലോകത്തായാലും മൊത്തം തിരഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥയിലൊന്ന് അമ്മ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരിക്കലും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ ഇന്നവരെ അത് അറിയാൻ മേല, തിരഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് ആദ്യമായിട്ട് സംഭവം ലോകത്ത് നടന്നിട്ടുണ്ടോയെന്ന് പോലും പുള്ളി എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ നടന്നിട്ടുണ്ടോയെന്ന് പോലും അറിയാൻ മേലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും രണ്ടാമത്തെ അത്ഭുതങ്ങൾ നടക്കുന്നത്. നമ്മുടെ കാരണം കുഞ്ഞ് അടുത്ത് 2-3 ദിവസം കഴിഞ്ഞാണ് ബെറ്റിനെ ലേബർ റൂമിൽ നടക്കുന്നത്. കാരണം കുറച്ച് ഓപ്പറേഷൻ സിസേറിയൻ ആയതുകൊണ്ട് അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഇറക്കുന്നത്. കുഞ്ഞിനെ ആ സമയത്ത് നഴ്സറി കൊണ്ട് വെച്ചേക്കുമായിരുന്നു. കാരണം ബെറ്റിനെ ഇറക്കി കഴിഞ്ഞ് കൊണ്ട് തരാമെന്ന് പറഞ്ഞ് അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം 3-ാമത്തെ ദിവസം വന്ന് ഇറക്കി കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ട് ബെറ്റിയുടെ അടുത്ത് കിടത്തി. അതുവരെ ഒട്ടും ചലനമില്ലാതെ കിടന്ന ബെറ്റീന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് സൈഡിലോട്ട് അങ്ങനെ സ്വയം തിരിഞ്ഞു നോക്കുക. സ്വയം ഇടത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഭയങ്കര സന്തോഷത്തോടാണ്. എനിക്ക് വന്ന് കണ്ണിക്കൂടെ എല്ലാം വെള്ളം വന്നു. എല്ലാവരും ഉണ്ട്, ആൻറ്റിമാരും എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. ആ സമയത്ത്
എല്ലാവരും ഭയങ്കര കരച്ചിൽ, കൂട്ടക്കരച്ചിൽ. വെറ്റി അങ്ങോട്ട് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. വെറ്റിയുടെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. ഇവരെല്ലാം ഭയങ്കര കരച്ചിൽ. അനുഭവം കൊണ്ട് കിടത്തിയ ഉടനെ അത് വെറ്റി നോക്കി, കുഞ്ഞിനെ നോക്കി ചിരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടോ ഇവരെല്ലാം ഭയങ്കര കരച്ചിൽ. എല്ലാം ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. ഞാൻ കരച്ചിൽ കേട്ടോണ്ടോ കയറി ചെല്ലുന്നത് തന്നെ. അപ്പോൾ ആ നിമിഷം തൊട്ടാണ് പിന്നെ വെറ്റി കൊച്ചിനെ പാൽ കൊടുക്കുമ്പോഴും വെറ്റി അങ്ങോട്ട് സൈഡിലോട്ട് തിരിഞ്ഞു തരും. അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ കടന്നു തരും. വിശ്വസിച്ചാൽ ഉപേക്ഷിക്കുകയല്ലാത്ത ദൈവം കൂടുതലുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്ത് ഒന്നും പേടിക്കാനില്ലെന്നുള്ള ജീവിതം കൊണ്ട് അല്ലെ നമ്മുടെ അനുഭവം കൊണ്ട് നമ്മുടെ സഹനം കൊണ്ട് നമ്മുടെ അറിഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ അല്ല വെറ്റീന ഇതുകൊണ്ടാ എൽവി വന്നിരിക്കുന്നത്. ഇതുണ്ട് എന്നാ എടാ എൽവിനെ അമ്മയുടെ അടുത്തിരുന്നേ. അമ്മേനെ വിളിച്ചേ, ഒന്ന് തിരുമ്പി കൊടുത്തേ. അമ്മ കൊടുത്ത് അന്ന് വിളിച്ചേ. അമ്മേനൊന്ന് വിളിച്ചേ. അമ്മ എന്തിയേ? അമ്മേ നോക്കിയേ, നോക്കിയത് ആരാ നോക്കിയേ? ആ മുഖം തുടച്ചേ, മുഖം തുടച്ചേ. നമുക്ക് അമ്മയെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കണ്ടേ എൽവിനെ നീ അത് ചെയ്യണ്ടേ. അമ്മേനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം, പിടിച്ച് നടത്തണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പലതും മറന്നത് ഈ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കണ്ടുകൊണ്ടാണ്. ഈ കുഞ്ഞിൻ്റെ സംസാരവും അത് തന്നെയല്ല ഒരു പ്രത്യേക ദൈവിക അനുഭൂതിയുള്ളൊരു കുഞ്ഞായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ സെക്കൻഡ് ഇരിക്കും, എഴുന്നേറ്റ് പോകും, അത് വേറെ കാര്യം. എന്നാലും പറയുന്നതിനോടെല്ലാം ഒരു അനുകരണം. എപ്പോഴാണേലും ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ കൈ പൊക്കി പിടിച്ച് ഹല്ലേലൂയ പറയും, ആമേൻ പറയും. ഞങ്ങൾ കുരിശ് വരയ്ക്കാനിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ തീ എന്ന് പറയും, തിരി കത്തിക്കാൻ നേരം. എന്നിട്ട് അവൻ ഇങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്, ഇവിടെ കുരിശ് വരയ്ക്കുന്നത്. എന്നിട്ട് അതെല്ലാം പുലമ്പി പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബൈബിളാണ്, മോനെ ബൈബിൾ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എടുക്കാൻ മേലാഞ്ഞിട്ടാണെങ്കിൽ അത് എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്ന് പിന്നെ എന്നിട്ട് അവൻ വായിക്കുന്നതായിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ടി വിയിലാണ് ശാലോൻ ടി വി വെക്കുമ്പം സ്തുതിപ്പ് വരുമ്പോൾ അവനും വന്ന് നിന്ന് കൈ പൊക്കി പിടിച്ച് ഹല്ലേലൂയ പറയും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു പ്രത്യേക സ്വഭാവം അവന് കാണുന്നുണ്ട്. വൈകിട്ട് വല്യപ്പൻ്റെ കൂടെയാണ് കിടന്ന് കഴിയുമ്പം തപ്പും, തലയിലെല്ലാം തപ്പി നോക്കും. കഷണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. എനിക്ക് തോന്നുന്നത് ദൈവം കനിഞ്ഞ് അവനെ അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ അവനിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രമാത്രം പക്വതയോടെ അവൻ്റെ ഓരോ പെരുമാറ്റം. ഞാൻ ബെറ്റിയുടെ സുഹൃത്താണ്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ബെറ്റിനെയാണിത്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ബെറ്റി എന്ന് വിളിക്കുന്ന ബെറ്റിന. ആദ്യമൊക്കെ ബെറ്റിയെ കാണാൻ വരുമ്പോൾ വളരെയധികം ദുഃഖമായിരുന്നു. കാരണം അവളുടെ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ചിരിച്ച് കളിച്ച് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഞങ്ങളെല്ലാവരും ബെറ്റിയെ കണ്ടിട്ടുള്ളൂ. ആ അവസ്ഥയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ബെറ്റി ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. ഒത്തിരി മാറ്റമുണ്ട് ബെറ്റിനേക്ക്. ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉള്ള വലിയൊരു നല്ലൊരു അധ്യാപികയാകണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി. പക്ഷേ ഇപ്പം ഇനി അവളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ബെറ്റി പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അവളുടെ കുഞ്ഞുങ്ങളുടെ കൂടെയും അവളുടെ പ്രിയപ്പെട്ട അനുവിൻ്റെ കൂടെയൊക്കെ പുതിയൊരു ജീവിതം വീണ്ടും അവൾ തുടങ്ങും. നല്ലൊരു അധ്യാപികയായിട്ട്, ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് ബെറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ എനിക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. ബെറ്റിപ്പെണ്ണേ, ബെറ്റിന ഇങ്ങോട്ട് നോക്കിക്കേ. ബെറ്റി, മുൻപൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ കാണാനൊക്കെ വരുമ്പോൾ ബെറ്റി അനങ്ങത്തില്ല. വിളിച്ചാലൊന്നും റെസ്പോൺസ് ഒന്നും ഇല്ലാതെ എപ്പോഴും കണ്ണടച്ച് കിടക്കുന്ന ഒരു ബെറ്റിനായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല.
ബെറ്റി ആര് വിളിച്ചാലും ശ്രദ്ധിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളിലും ചെറിയ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അവൾക്ക് തനിയെ എഴുന്നേൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, തനിയെ എഴുന്നേൽക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ബെറ്റിനയുടെ ജീവിതത്തിലുണ്ട്. ഈ ഒരു മാറ്റം ബെറ്റിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ബെറ്റിയുടെ കുഞ്ഞിക്കുട്ടനാണ്, എൽവിൻ കുട്ടനാണ്. ബെറ്റിയുടെ ജീവിതത്തിലേക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന അത്ഭുത ശിശു. ഈ ബെറ്റിയുടെ ജീവിതത്തിലെ ഈ മാറ്റങ്ങൾക്കും ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കെല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈശോയ്ക്ക് നന്ദി. എല്ലാ മാതാപിതാക്കൾക്കും അനൂപ് ഒരു മാതൃകയാണ്. അനൂപിൻ്റെ മാതാപിതാക്കൾ, ബെറ്റിയുടെ മാതാപിതാക്കളും മാതൃകയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ത്യാഗജീവിതം സഹനത്തിലും ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ മകളെ അനൂപ് നോക്കുന്നത്, സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത് കാണുമ്പോൾ എത്രയോ ഭാഗ്യം നിറഞ്ഞതാണെന്നാണ് ബെറ്റിയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. ഇത്രയും സ്നേഹത്തോടെ അനൂപ് ശുശ്രൂഷിക്കുന്നു, മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ വാത്സല്യം എന്നും ബെറ്റിയോടുകൂടെയുണ്ട്. ബെറ്റിയെ സംരക്ഷിക്കുന്ന ഭർത്താവിനും മാതാപിതാക്കൾക്കും 100 അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ. ഒപ്പം തന്നെ ആ ശിശുക്കൾ രണ്ടുപേരും മറ്റുള്ളവർക്കൊരു മാതൃകപരമായ ജീവിതം നയിച്ചുകൊണ്ട് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സംരക്ഷിച്ച ആ കുഞ്ഞിനെ തുടർന്നും ദൈവം വളർത്തട്ടെ, പരിപാലിക്കട്ടെ, മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവായ ക്രിസ്തുവിന് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ചെവി കൊണ്ട് ഞാൻ കാര്യം പറയാം. ചെവി കൊണ്ട് നോക്കി എത്ര വൈകി നിന്നെ അറിയാൻ എൻ്റെ നാഥാ യേശുവേ, നിന്നിലൊന്നായി തീരുവോളം സ്വസ്ഥമല്ല ഈ ഹൃദയം. നമുക്ക് പോകാൻ പറ്റീന. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് തന്നെ ബെറ്റിനെ വീടിനകത്ത് ഇടാതെ വെളിയിലോട്ട് തന്നെ പോകാനാണ് പറയുന്നത്. അതായത് ബെറ്റിനെ ഇതിലെ വഴിയും ഇതുവഴി എല്ലാം കൊണ്ടുപോയി നടക്കണമെന്നാണ് പറയുന്നത്. വീൽചെയർ ആൾക്ക് പോകാനുള്ള സ്ഥലം വഴി എല്ലാം പൊക്കോളാനാണ് പറയുന്നത്. അത് മെയിനായിട്ടൊരു ഭാഗമാണ്. കാരണം റൂമിനകത്ത് തന്നെ അടിച്ചിട്ട് അതൊരു ഇതായി അതിനേക്കാളും അവളെ പോകാൻ പറ്റുന്നിടത്തും വഴി എല്ലാം കൊണ്ടുപോകണമെന്ന് പറയുന്നത്. കാരണം ഞങ്ങളിവിടെ സമയം കിട്ടുമ്പോഴെല്ലാം ഈ വഴിയെല്ലാം ഉന്തിക്കൊണ്ട് ബെറ്റീനയായിട്ട് പോകാറുണ്ട്. കാരണം അതൊരു അപ്പോൾ തന്നെ അവൾക്കൊരു ഭയങ്കര സന്തോഷം. കാരണം ബെറ്റീനയ്ക്ക് ഇഷ്ടമാണ്. ഡോക്ടർമാർ പറഞ്ഞേക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെ അത് തന്നെയാണ്. ഇനിയിപ്പോൾ വീടിനകത്തല്ല, നമ്മൾ സമൂഹമായിട്ട് ഇടപെടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പോകാം. നമുക്കൊന്ന് കറങ്ങാൻ പോകാം. ആരായിരിക്കുന്നു? അറിയോ? ബെറ്റി അറിയോ? ബെറ്റി ഇതറിയോ? അപ്പച്ചനറിയോ? നോക്കിക്കേ, വന്നേ. ബെറ്റി ഇതാരാന്ന് നോക്കിയേ. ഇതാറ് വീടാന്ന് നോക്കിയേ. ഇതാറ് വീടാ. ബെറ്റിനായേ, സാലി ചേച്ചിയാ. ബെറ്റിന എന്നാ ഉണ്ട് വിശേഷം? ചിരിക്കുന്നത് ബെറ്റിന. ലിൻഡു ലീനും അന്വേഷിച്ചു ബെറ്റിനായെ. ബെറ്റിന എന്നെ എടുക്കുവാന്ന് ചോദിച്ചു. ബെറ്റിനായെ കണ്ടോ? അപ്പൂസ് എന്നെ എടുക്കുവാന്ന് ചോദിച്ചു. കറങ്ങാൻ വേണ്ടി പോവാ. ആണോ? എന്നാ പിന്നെ കാണാട്ടോ ബെറ്റിന. നിരാശയായിട്ട് കഴിയുന്നവർക്കെല്ലാം ഒരു പ്രത്യാശ ആയിക്കോട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അല്ലേ ബെറ്റിന? ഇതാരാന്ന് നോക്കിയേ. നിൽക്കുന്നത് ഇതാരാന്ന് നോക്കിയേ.
നോക്കി ഇതാരാ ഇതാരാ നോക്കി അറിയുമോ ആ നോക്കുന്നൊക്കെ വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ പറ്റി ജീവിത സാക്ഷി നമ്മുടെ എല്ലാവരും അറിയട്ടെ. ദൈവത്തെ പറ്റി അറിയട്ടെ, മെയിനായിട്ട് ദൈവം ഈശോയെ പറ്റി അറിയട്ടെ. എത്ര വൈകി നിന്നെ അറിയാൻ എൻ്റെ നാഥ യേശു. ബെറ്റിന, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തിരുവോണം സ്വസ്ഥമല്ല പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെ ഞാനും നമ്മുടെ മക്കളും പ്രത്യാശയോടെ കാത്തിരിക്കും. എൻ്റെ നാഥ യേശുവേ. സ്വസ്ഥമല്ല ഈ ഹൃദയ